അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ തൗബ സ്വീകരിക്കണമെങ്കിൽ അനിവാര്യമായ 3 നിബന്ധനകൾ നാം പറഞ്ഞു. അവ പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ തൗബ സ്വീകരിക്കൂ. സ്വീകരിച്ചാൽ പാപങ്ങളില്ലാത്തവനെപ്പോലെ. എന്നാൽ ഇസ്തിഗ്ഫാർ ഏത് സമയത്തും ആർക്കും ഈസിയായി ചെയ്യാവുന്നതേയുള്ളൂ. പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. പക്ഷേ അതിനുപോലും നമുക്ക് സമയമില്ല എന്നതാണ് സത്യം. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള വെറും 3 അസ്തഗ്ഫിറുല്ലാഹ് പോലും മനസ്സിൽ തട്ടി പറയാൻ നേരമില്ലാത്തവരായി നാം മാറി. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. മൊബൈലിലോ മണിക്കൂറുകൾ ചെലവഴിച്ചാലും അത് അധികമായി തോന്നാറില്ലതാൻ. ദയാലുവായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അവൻ മാപ്പരുളുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തവർ, വല്ലാത്ത പാപങ്ങൾ ചെയ്തു പോയി, വ്യഭിചാരം വന്നുപോയി, കള്ളു കുടിച്ചു പോയി, നിസ്കാരം നഷ്ടപ്പെടുത്തിപ്പോയി, അങ്ങനത്തെ എൻ്റെ അടിമകളോട്, പാപ്പികളായ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അത്ര വലിയ കൊടും പാപ്പികളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുതേ എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ വല്ലാതെ പൊറുക്കുന്നവനും വല്ലാത്ത ദയാലുവുമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയി, ഔ ദലമു അൻഫുസഹും, സ്വന്തത്തോട് അക്രമം ചെയ്തു, നിസ്കരിച്ചില്ല, മറ്റുള്ളവരെ കൊന്നു, അങ്ങനെ വലിയ വലിയ പാപങ്ങൾ ചെയ്തു പോയി, എന്നിട്ട് ദക്കറുല്ലാഹ, അള്ളാഹുവിനെ അവർക്ക് ഓർമ്മ വന്നു, അള്ളാഹുവിനെ ഒരു നിമിഷം അവർക്ക് ഓർമ്മ വന്നു, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഖേദിച്ചു മടങ്ങേണ്ട നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങിയാൽ, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുത്തു കൊടുക്കുക? ഏത് പാപങ്ങളാണെങ്കിലും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷേ വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടവർ ആ പാപങ്ങളിൽ നിലനിൽക്കാൻ പാടില്ല. എത്ര വലിയ ആശ്വാസവചനമാണിത്! ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ, തൻ്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന രേഖാപുസ്തകത്തിൽ കൂടുതൽ ഇസ്തിഗ്ഫാർ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവൻ വലിയ സൗഭാഗ്യവാനാണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞത് കാണാം, യാ മഅ്ശറൻ നിസാ, ഓ സഹോദരിമാരെ, പെണ്ണുങ്ങളെ, തസദ്ദഖ്ന, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേത് കയ്യിലുള്ളത് ദാനധർമ്മം ചെയ്യണം. പിന്നെയോ അവിടുന്ന് പറഞ്ഞു, വഅക്സിർനൽ ഇസ്തിഗ്ഫാറ, ദാനധർമ്മം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ലോ, വഅക്സിർനൽ ഇസ്തിഗ്ഫാറ, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. ഇത് പെണ്ണുങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ഫഇന്നീ റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. അറിഞ്ഞും അറിയാതെയും സംസാരിച്ചാലും നിർത്താൻ പ്രയാസമാണല്ലോ സഹോദരിമാർ. എത്ര പറഞ്ഞാലും അവർക്ക് മടുപ്പ് വരില്ല. ആ സംസാരത്തിനിടയിലൊക്കെ ഒരുപാട് ഹറാമുകൾ വന്നു പോകുന്നു. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം.
എന്തെല്ലാം ദുആകളുണ്ട്. ശുദ്ധ ഖുർആനിൽ വന്ന ഒരുപാട് ദുആകളുണ്ട്, ഹദീസിൽ വന്ന ഇസ്തിഗ്ഫാറുകളുണ്ട്. ഉദാഹരണമായി റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, കാണാതെ പഠിച്ചു വെക്കാൻ പറ്റിയ ഖുർആനിൽ വന്ന ദുആ. നാഥാ, നീ പാവപ്പെട്ട എനിക്കും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ മാപ്പ് കൊടുക്കണേ. അതുപോലെ റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അതുപോലെ മറ്റൊരു ഇസ്തിഗ്ഫാർ കാണാം, ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസ്വീർ. വേറൊരു ഇസ്തിഗ്ഫാർ ഖുർആനിൽ കാണാം, റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. മറ്റൊരു ഇസ്തിഗ്ഫാർ ഖുർആനിൽ കാണാം, റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന വതവഫനാ മഅൽ അബ്റാർ. അതുപോലെ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി കാണാം, ഹദീസുകളിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഹദീസിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലാം. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇങ്ങനെ തുടങ്ങി നമുക്കൊക്കെ എപ്പോഴും ചൊല്ലാൻ കിട്ടുന്ന അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊക്കെ ഇസ്തിഗ്ഫാറുകളാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ ജീവിതത്തിൽ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, പുരുഷന്മാരവർക്ക് ഡ്യൂട്ടിക്കിടയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാം. അതിനൊരു പ്രയാസവുമില്ല. വലിയ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മാതാപിതാക്കൾക്കും ഭാര്യമക്കൾക്കും ഇഷ്ടജനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പരുളട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.